Now, opening prayer. പ്രാർത്ഥിക്കാം. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവേ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നവരിൽ വിശ്വസിക്കുന്നവർ ആരും എന്നേക്കുമായി മരിക്കില്ലല്ലോ. കർത്താവിൽ ഉറങ്ങുന്ന പരിശുദ്ധ കത്തോലിക്ക ബാവയുടെ ശ്രേഷ്ഠകരമായ ഇഹലോക ജീവിതത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വേർപാടിന്റെ ദുഃഖം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ലല്ലോ, എല്ലാ ക്രൈസ്തവ സഭകൾക്കും ഉണ്ടെങ്കിൽ തന്നെയും പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കുവാൻ ഇടവരുത്തുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത തത്വമായ ഭവനം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തെ ഒരുക്കിയിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ജീവിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു, ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും കർത്താവിനായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി ജീവിച്ച ആ പരിശുദ്ധ പിതാവിന്റെ നല്ല മാതൃകയെ പിൻപറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. ഇന്നേ ദിവസം കർത്താവേ, ആ പിതാവിന് വേണ്ടിയുള്ള അനുസ്മരണ മീറ്റിംഗ് ഞങ്ങൾ നടത്തുമ്പോൾ അങ്ങയുടെ കൃപ കൂടിയിരിക്കണമേ. ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് തന്നെ നേതൃത്വം ഏറ്റെടുക്കണമേ. ഏറ്റവും ചന്തമായും ഉചിതമായും ഈ മീറ്റിംഗ് പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. Evening, my fellow brothers and sisters in Christ Jesus. Thank you all for joining us here today. Now, I would like to welcome all of you to ECF Sohar commemoration virtual meeting in memory of His Holiness Basilius Marthoma Paulus II. Thessalonians chapter 4 verses 3 reads, "Brothers and sisters, we do not want you to be uninformed about those who sleep in death, so that you do not grieve like the rest of mankind, who have no hope." Life is a circle which starts with birth and ends with death. It is a fact which is most troublesome, and we all have to bear the pain of the irreparable loss which is created by the word death. Just before we get started, I would like to express my gratitude to all of you who generously helped us make this commemoration meeting. All church leaders and committee members, we couldn't have done it without you. In today's gathering, it is my great pleasure and honor to welcome all of you on behalf of Ecumenical Christian Forum Sohar. Reverend Father Sijin Matthew, the President of ECF, the Vicar, St. George Orthodox Church Sohar. Reverend Father Anil Thomas, the Vicar, St. James CSI Church, Muscat and Sohar. Reverend Father M. Jacob, the Vicar, St. Thomas Marthoma Church, Sohar. Reverend Father Pio Mathai, the Vicar, Muscat, Mahadavaga. Dr. Matthias Abraham, the Acting Chairman of PCO Sohar. Mr. Anil K. Kurian, the Treasurer, St. George Orthodox Church, Sohar. Mr. Epan K. Vogis, the Treasurer, ECF Sohar, and all other committee members, and most importantly, all church members from ECF Sohar family, a very warm welcome to all of you. Thank you. Next, we are moving to a song by Miss Mika Salson. യേശുവിൻ കൂടുള്ള
വാസം എത്ര ആനന്ദമേ നാഥൻ കൂടുള്ള എത്ര സായുജ്യമേ യേശുവിൻ കൂടുള്ള വാസം എത്ര ആനന്ദമേ നാഥൻ കൂടുള്ള എത്ര സായുജ്യമേ നിൻ പാതയിൽ നടന്നിടാൻ നൽകുക നിൻ കൃപ നിൻ പാതയിൽ നടന്നിടാൻ നൽകുക നിൻ കൃപ ഈ യാത്രയിൽ വീഴാതെന്നെ കാത്തിടേണമേ ഈ യാത്രയിൽ വീഴാതെന്നെ കാത്തിടേണമേ യേശുവിൻ കൂടുള്ള വാസം എത്ര ആനന്ദമേ നാഥൻ കൂടുള്ള യാനം എത്ര സായുജ്യമേ ഓടി ഞാൻ ഓട്ടം തികച്ചിടാൻ നൽകുക നിൻ ബലം ഓടി ഞാൻ ഓട്ടം തികച്ചിടാൻ നൽകുക നിൻ ബലം ജീവകിരീടം പ്രാപിപ്പാൻ നല്ല പോർപ്പൊരുതിടാൻ ജീവകിരീടം പ്രാപിപ്പാൻ നല്ല പോർപ്പൊരുതിടാൻ യേശുവിൻ കൂടുള്ള വാസം എത്ര ആനന്ദമേ നാഥൻ കൂടുള്ള യാനം എത്ര സായുജ്യമേ ഈ ഗീടം ഞാനും സർവവും നിൻഹിതം നിറവേറുവാൻ ഈ ഗീടം ഞാനും സർവവും നിൻഹിതം നിറവേറുവാൻ മേനഞ്ഞിടുകെന്നെ ദിനം തോറും നിന്നിഷ്ടപാത്രമാ മേനഞ്ഞിടുകെന്നെ ദിനം തോറും നിന്നിഷ്ടപാത്രമാ യേശുവിൻ കൂടുള്ള വാസം എത്ര ആനന്ദമേ നാഥൻ കൂടുള്ള യാനം എത്ര സായുജ്യമേ യേശുവിൻ കൂടുള്ള വാസം എത്ര ആനന്ദമേ നാഥൻ കൂടുള്ള യാനം എത്ര സായുജ്യമേ Thank you, Miha. Next, we are moving to a presidential address by Reverend Father Sijin Matthew. Glory be to the triune God. Respected Reverend Father P.O. Mathayesan, the Vicar of Muscat Mahadava. Respected Reverend Father M.J. Kavachan, the Vicar of
Marthoma Church, Sohar, respected Reverend Father Anil Thomas Sachin, the Vicar of CSI Church, Muscat and Sohar, Acting Chairman of PCO, Dr. Matthew, Secretary of ECF, Mr. Jobin Joseph, Trustee of ECF, Mr. Epen, Treasurer of St. George Orthodox Church, Mr. Anil Kurian, the various managing committee members of all the churches of the ECF, and one and all present here in this evening with us for this commemoration meeting of His Holiness Basilius Marthoma Paulus II, the Catholicos of the East, and the Malanga Metropolitan, who was enthroned on the apostolic seat of St. Thomas. His Holiness was the 8th Catholicos, and he has showed the great ways, the good ways to the whole church. As St. Paul tells us in the letter to Hebrews, chapter 13, verse 7. Remember your leaders, those who spoke to you the word of God. Consider the outcome of their way of life and imitate their faith. Beloved brothers and sisters in Christ, we are all gathered here for the commemoration meeting of His Holiness. His Holiness was born on 30/8/1946 and was taken to the heavenly abode on 12th July 2021. During his lifetime, he has done various good things, not only for the Orthodox Church, but also for the whole Christian community, and even to the members or the people of outside the Christian faith. He was an ecumenical figure who has contributed a lot to the society, who has led the people in the good faith, in the true path of the God, by following the ways of Jesus Christ. He has faced a lot of trouble in leading and guiding the church. Many trials and tribulations he has faced in his life, but still he has never left his faith, especially during the last 2 years when he was suffering from the lung cancer. At that time also, his willpower or the power of the God strengthened him to lead and guide the people of the church, and even to be a good example to the whole society, that how a believer can lead the people into the ways of God. On the behalf of St. George Orthodox Church and its congregation, St. Mary's Congregation, Buremi, and St. Thomas Congregation, Ustad, being the vicar of all three churches, I express my heartfelt condolences on the demise of His Holiness Basilius Marthoma Paulus II, Catholicos of the East and the Malanga Metropolitan. Next, we will be going through a small video, a quick journey through His Holiness Basilius Marthoma Paulus II's blessed life.
Now, commemoration message by different congregations. First, Reverend Father Pio Matai, the Vicar, Muscat Mahai Idavaga. Joven, he has not entered in the meeting till now. You can give the next person. Next, Reverend Father M. Jacob, the Vicar, St. Thomas Marthoma Church, Sohar. Please, Acha. Join. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന സഹാർ പ്രദേശങ്ങളിൽ വിവിധ സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, കോൺഗ്രിഗേഷന് നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ള സഭാ നേതാക്കന്മാരെ, മറ്റ് എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചർച്ച് ലീഡേഴ്സ്, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മളുടെ കാലം ചെയ്ത പരിശുദ്ധ ബസലിയോസ് മാർത്തോമാ പൗലോസ് തുതിയൻ ബാവ തിരുമനസിന്റെ സേവനങ്ങളെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഒക്കേഷനാണല്ലോ ഇത്. ഈ പ്രത്യേക മീറ്റിംഗ് ക്രമീകരിച്ച ഇതിന്റെ സംഘാടകരോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. അഭിമന്യ മെത്രാപ്പോലിത്ത തിരുമേനിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാലം ചെയ്തതായിട്ടുള്ള സമയം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ എങ്ങനെയാണ്? സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും വലിയ പാരമ്പര്യമാണ് കത്തോലിക്ക ബാവ ബാക്കി വെച്ച് പോയത്. ഓർത്തഡോക്സ് സമൂഹത്തിൽ ഒപ്പമാണ് എൻ്റെ പ്രാർത്ഥനകൾ. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വളരെ അർത്ഥപൂർണമാണ്. സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും വലിയ പാരമ്പര്യമാണ് ബാവ തിരുമേനി ബാക്കി വെച്ചു പോയത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരു പ്രശസ്തനായ വ്യക്തി ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിന്റെ ഹെഡിങ് കഷ്ടപ്പാടിൽ സ്ഫുടം ചെയ്ത ജീവിതം എന്നായിരുന്നു ആ ലേഖനത്തിന്റെ ഹെഡിങ്. ബാവ തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ക്രിസ്തീയ സഭകൾക്ക് മുഴുവൻ അനുകരണീയമായ മാതൃകയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നമുക്ക് തന്നത്. ഭാരതത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ ഉന്നത സ്ഥാനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് പരിശുദ്ധ ബസലിയോസ് മാർത്തോമാ പൗലോസ് തുതിയൻ കത്തോലിക്ക ബാവ തിരുമേനി ജീവിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം അശരണരുടെയും നിസ്സഹായരുടെയും ഹൃദയവേദന അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവർക്ക് സ്വാതന്ത്ര്യമേകുന്ന ഒട്ടേറെ പദ്ധതികൾ സഭാതലത്തിൽ നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ സ്മരണയെ അനശ്വരമാക്കുന്നത്, ദീപ്തമാക്കി തീർക്കുന്നത്. മലങ്കര സഭ എന്ന വലിയ സഭയെ ദിശ തെറ്റാതെ നയിക്കുവാൻ ദൈവനിയോഗമുണ്ടായ പരിശുദ്ധ ബാവ ആത്മസംതൃപ്തിയോടുകൂടിയാണ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് മടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു യഥാർത്ഥ സുവിശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൽ ഒരു വലിയ ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവാശ്രയം മാത്രം കൈമുതലാക്കി പ്രാർത്ഥനയോടുകൂടെ അദ്ദേഹം സഭയെ നയിച്ചു. പുറമോടികളില്ലാതെ ഹൃദയ സുതാര്യതയുടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ കാലം ചെയ്ത ബാവ തിരുമേനിക്ക് കഴിഞ്ഞു. എവിടെയും എപ്പോഴും പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ഓടിയെത്തി. സാധാരണ വിശ്വാസികൾക്ക് അദ്ദേഹം എപ്പോഴും പ്രാപ്യനായിരുന്നു. സാധാരണ വിശ്വാസികളോടും തള്ളപ്പെട്ടവരോടുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഇന്ന് നമ്മൾ കണ്ടതായിട്ടുള്ള അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു പൊക്കി ആ സ്നേഹത്തിന്റെ ആ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള അഭിമന്യ തിരുമേനി. പരുമല ക്യാൻസർ സെന്റർ എന്ന സ്വപ്ന പദ്ധതി അദ്ദേഹം പൂർത്തിയാക്കി. സാധുക്കളായ ഒട്ടേറെ രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ അതിലൂടെ ഇന്ന് ലഭിക്കുന്നു. ഞാൻ ജീവിക്കുന്ന കൊട്ടാരക്കരയാണ്. പല രോഗികളെയും കാണാൻ ചെല്ലുമ്പോൾ എവിടെയാണ് ചികിത്സ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പരുമലയിലാണ് ചികിത്സ. ആ ചികിത്സാ കേന്ദ്രം അഭിമന്യ തിരുമനസിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. സൗജന്യ ചികിത്സാ പദ്ധതികൾ അവിടെയുണ്ട്. അതിന് അദ്ദേഹം കൊടുത്ത പേര് സ്നേഹസ്പർശം എന്നായിരുന്നു. നിർദ്ധനരായ ക്യാൻസർ രോഗികൾക്ക് സ്വാതന്ത്ര്യം പകർന്നതും എത്രയോ കുടുംബങ്ങൾക്ക് ആശ്വാസം പകരുകയും ചെയ്തതായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. പ്രശസ്ത ഗായിക KS ചിത്രയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നമ്മൾ നേരത്തെ കണ്ട ആ വീഡിയോയിൽ ചിത്രയുടെ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. കത്തോലിക്ക സഭയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന്റെ ഭാഗമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വത്തിക്കാനിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് സഭായിക്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സംഗതിയായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച മൊബൈൽ ഫോൺ, TV, ഇന്റർനെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗം ഒഴിവാക്കി ആചരിക്കുന്ന സൈബർ ഫാസ്റ്റ് എന്ന് പറയുന്ന പരിപാടി ബാബ തിരുമേനിയുടെ ആശയമായിരുന്നു. സൈബർ അടിമത്തം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, മനുഷ്യബന്ധങ്ങളിലെ തകർച്ച, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത, സൈബർ കുറ്റകൃത്യങ്ങളുടെ വർധന എന്നിവ ഒഴിവാക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സൈബർ ഫാസ്റ്റ് ആചരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നിന്നും ബുദ്ധിയിൽ നിന്നും സമൂഹത്തിന് കിട്ടിയ വലിയൊരു സമ്മാനമായിരുന്നു. മെത്രാനാകാൻ 40 വയസ്സ് പൂർത്തിയായിരിക്കണമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നപ്പോഴാണ് 36 വയസ്സുകാരനായ അദ്ദേഹം മെത്രാനാകാൻ നിയുക്തനായത്. അതിൽ തന്നെ എത്രമാത്രം പ്രാർത്ഥനയോടുകൂടിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭാരതത്തിലെ പഴമയും പാരമ്പര്യമുള്ളതുമായ ക്രൈസ്തവ സഭയുടെ തലവനാകാൻ നിയോഗിക്കപ്പെട്ട താരതമ്യേന ചെറിയ പ്രായത്തിലുള്ള ഒരു മെത്രാപ്പോലീത്ത ഇനിയും ആത്മീയ പാതയിലൂടെ സഭയെയും സമൂഹത്തെയും അദ്ദേഹത്തിന് നയിക്കാനാവുമെന്ന് സഭാവിശ്വാസികൾ കരുതി ഇരിക്കുമ്പോഴാണ് ഈ ഒരു വലിയ വിടവാങ്ങൽ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഞാനധികം നീട്ടുന്നില്ല. ധാരാളം ആളുകൾ ഇനിയും പ്രസംഗിക്കാനുണ്ടല്ലോ. സ്നേഹത്തിന്റെയും കരുണയുടെയും വഴിത്താരയിൽ മാർഗദീപമായ അദ്ദേഹം എന്നും ഉണ്ടാകും. പരിശുദ്ധ ബെസലിയോസ് മാർത്തോമ പൗലോസ് കാതോലിക്ക ബാബ തിരുമേനിക്ക് എല്ലാവിധ ആദരാഞ്ജലികളും ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സൊഹാർ മാർത്തോമ ഇടവയുടെ പേരുള്ള ആദരാഞ്ജലികൾ ഈ സമയത്ത് ഞാൻ അർപ്പിക്കട്ടെ. ഇപ്രകാരം ഒരു അവസരം തന്നതിന് ഇതിന്റെ സംഘാടകരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കും. താങ്ക് യു. Thank you, Achan. I think Reverend Father Pio Mathai is back. I would like to invite Reverend Father Pio Mathai, the Vicar, Muscat Mahayadavika, to give few words. ത്രിയേക ദൈവത്തിന് സ്തുതി. സോഹാർ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ പ്രസിഡന്റ് റവറൻഡ് ഫാദർ സിജിൻ മാത്യു, സെക്രട്ടറി മിസ്റ്റർ ജുവിൻ, ട്രഷറർ മിസ്റ്റർ ഈപ്പൻ, വൈദിക സഹോദരങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കാലം ചെയ്ത പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ഈ അനുസ്മരണ വേളയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 വർഷം മുമ്പ് പരിശുദ്ധ ബാബാ തിരുമേനി ഒമാനിൽ വന്നപ്പോൾ, പ്രത്യേകിച്ച്
മഹാ ഇടവകയില് വന്നപ്പോൾ സോഹാർ പള്ളി വിസിറ്റ് ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് തിരികെ മസ്കറ്റിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പോയിരുന്നത് ഞാനും അതുപോലെ തന്നെ അന്നത്തെ ഈ പള്ളിയുടെ ട്രസ്റ്റിയുമായിരുന്നു ബിജു പരിമല. വളരെ ലേറ്റ് ആയിട്ടാണ്, രാത്രി ലേറ്റ് ആയിട്ടാണ് അവിടുന്ന് തിരിച്ചത്. കുറെ നേരം വർത്താനം പറഞ്ഞു. അതിനുശേഷം തിരുമേനി ഒത്തിരി തിരക്കായിരുന്നു, കാറിരുന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് തിരുമേനി പ്രാർത്ഥന ഉരുവിടുന്നുണ്ട്. ചിലപ്പോ കുറുകുമലി കേൾക്കും, ചിലപ്പോ പ്രാർത്ഥനകൾ ഉരുവിടും കാറയില്. ബാക്കിയുള്ളപ്പോ ഞാൻ ഷമ്മാസിനോട് ചോദിച്ചു, ഷമ്മാശ ഇത് തിരുമേനി എന്താ ഇങ്ങനെ? അപ്പോ ഷമ്മാശൻ പറഞ്ഞു, തിരുമേനി ഇങ്ങനെയാണ്, എപ്പോഴും പ്രാർത്ഥനാ ജീവിതമുള്ള വലിയ ഒരു വിശുദ്ധനായിരുന്നു പരിശുദ്ധ ബാവാ തിരുമേനി. പ്രാർത്ഥനയിൽ കൂടി ഏത് കാര്യവും സാധിക്കും എന്നുള്ളത് തിരുമേനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തിരുമേനി ഒരു കൊട്ടേഷൻ ഉണ്ട്, നേരെ നിരങ്ങിയേ വരികയുള്ളൂ, നേരെ നിരങ്ങിയേ വരികയുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചത് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരണമെന്നില്ല. സത്യം ജയിക്കും. സത്യത്തെ ആർക്കും മറച്ചു വെക്കാനൊക്കെയില്ല. അത് തീക്കനല് പോലെയാണ്, അത് വീണ്ടും കത്തും. സത്യത്തെ മറച്ചു വെക്കുമ്പോൾ കൊള്ളും, കത്തും. സത്യം ദൈവമാണ്, ദൈവം സത്യമാണ്. അത് പരിശുദ്ധ ബാവാ തിരുമേനി ജീവിതത്തില് രുചിച്ചറിഞ്ഞ കാര്യമാണ്. എനിക്ക് പരിശുദ്ധ തിരുമേനിയെ 1984 മുതൽ അറിയാം. ഞാൻ ഷമ്മാസിനായിരുന്നു. ഞാൻ അങ്കമാലി ഭദ്രാസനത്തിന് മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ ഷമ്മാസിനായിരുന്നു. തിരുമേനി ആ സമയം KI പോളച്ചനായിട്ട് എറണാകുളം സെന്റ് മേരീസ് പള്ളിയിലുണ്ട്. അപ്പോൾ അഭിവന്യ തിരുമേനി മിക്കവാറും എറണാകുളം സെന്റ് മേരീസ് പള്ളിയിൽ പല പ്രോഗ്രാമിന് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. അപ്പോൾ അവിടെ വെച്ച് KI പോളച്ചനെ പരിചയപ്പെട്ടു. ആ പരിചയം തിരുമേനി കലൻ ചെയ്യുന്നത് വരെ ആ സ്നേഹബന്ധം നിലനിന്നു. ഒരു നിഷ്കളങ്കമായ വ്യക്തിത്വത്തിന്റെ ഉടമ ബഹുമാനപ്പെട്ട അച്ഛന്, എനിക്ക് മുമ്പ് പ്രസിഡന്റ് ജേക്കബ് മാത്യു അച്ഛന് വളരെ വിശുദ്ധമായിട്ട് ഇത് പറഞ്ഞു. റിപ്പീറ്റേഷന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ പ്രധാന ഭാഗമാണ് ദൈവവുമായിട്ടുള്ള ബന്ധം, വിശുദ്ധമായ ജീവിതം. അത് പരിശുദ്ധ തിരുമേനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഒത്തിരി പറയാനുണ്ട്, മണിക്കൂറുകളോളം എനിക്ക് തിരുമേനിയെ പറ്റി സംസാരിക്കാൻ പറ്റും, പക്ഷെ അത് സാധ്യമല്ലല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. തിരുമേനി എപ്പോഴും പറയാറുള്ള കാര്യം, Indian Orthodox Church is an autonomous and autocephalous church. Indian Orthodox Church is an autonomous and autocephalous church. അത് സ്വതന്ത്രവും സ്വയം ഭരണവുമുള്ള ഒരു സഭയാണ്. മർത്തോമാ സ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. അത് വിദേശ മേധാവിത്വത്തിന് ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല എന്ന് തിരുമേനി എപ്പോഴും അത് അനുശാസിക്കുമായിരുന്നു. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു
സഹസ്രാബ്ദങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ 1-2 പേരെയാ കിട്ടുക. ഇത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു. 10-30 മെത്രാപ്പൊലിത്തന്മാര് സഭയിലുള്ള സമയത്ത് വളരെ പ്രായം കുറഞ്ഞ വെറും 36 വയസ്സുള്ള തിരുമേനിയെ മെത്രാപ്പൊലിത്തായിട്ട് എലക്ട് ചെയ്യപ്പെടുന്നു. അതിനുശേഷം വളരെ നന്നേ പ്രായം കുറവുള്ള തിരുമേനിയെ മലങ്കര മെത്രാപ്പൊലിത്തായും കാതോലിക്കയുമായിട്ട് വാഴിക്കുകയാണ്. ഇത് ദൈവ നടത്തിപ്പാണ്. സഭയെ വളരെ ശക്തമായ ദൈവ ബന്ധത്തിൽ, ദൈവത്തിന്റെ ശക്തിയില് കൊണ്ടുപോകുവാനായിട്ട് പരിശുദ്ധ തിരുമേനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. തിരുമേനിക്കും വലിയ നല്ല ഓർമ്മശക്തിയാണ്. ഒരാളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മറന്നുപോയില്ല. ആ ആളെ പേര് ചൊല്ലി വിളിക്കുമായിരുന്നു. വളരെ സ്നേഹത്തോടെ, ആദരവോടെ, ആർദ്രതയോടെ പാവങ്ങളെ, ആരായാലും കഷ്ടപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, രോഗികളെ ഒക്കെ തിരുമേനി കരുതുമായിരുന്നു. ഏത് പള്ളിയിൽ പോയാലും ആ പള്ളിയിൽ നേർച്ച ഇടുമായിരുന്നു തിരുമേനി, ആരും കാണാതെ. പരിശുദ്ധ തിരുമേനി നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് പള്ളിയിൽ പോയാലും ആ പള്ളിയിൽ നേർച്ചയിടും. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ തിരുമേനി അത് വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പരിശുദ്ധ തിരുമേനിയെ മലങ്കര സഭയ്ക്ക് ലഭിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ കരുണയാണ്. ഈ സഭ ദൈവത്തിൻ്റെതാണ്. ഇനിയും അത് മുന്നോട്ട് പോകും. ദൈവം അതിന് ഒരു മേലധ്യക്ഷനെ കൊടുക്കും, സംശയമൊന്നുമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി സോഹാർ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫോറത്തെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിൽ എല്ലാവർക്കും പരിശുദ്ധ തിരുമേനിയെ പറ്റി മനസ്സിലാക്കുവാനും കൂടുതൽ അറിയുവാനും നമ്മുടെ ആദരവ് അറിയിക്കുവാനും ഇടയായതില് ദൈവനാമം മഹത്വപ്പെടുന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഭിവന്ദ തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് കൂട്ടും കോട്ടയും താങ്ങുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ നിന്നും വിരമിക്കുകയാണ്. ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Achan, for the kind words. Kindly request Reverend Father Anil Thomas Achan to give few words. സോഹാർ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ്, എത്രയും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ റവറന്റ് ഫാദർ സിജിൻ മാത്യു, സെക്രട്ടറി മിസ്റ്റർ ജോബിൻ ജി ജോസഫ്, ട്രഷറർ മിസ്റ്റർ ഈപ്പൻ കെ വർഗീസ്, ബഹുമാന്യരായ വൈദികരെ, പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു അനുസ്മരണ മീറ്റിംഗ് സംഘടിപ്പിച്ചുള്ള സന്തോഷം പ്രാരംഭമായി അറിയിക്കട്ടെ. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ, എനിക്ക് മുമ്പേ പറഞ്ഞ പട്ടക്കാരൊക്കെ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠകരമായ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കുറിച്ച് എൻ്റെ സ്മരണയിൽ എൻ്റെ അറിവിൽപ്പെട്ട ചില കാര്യങ്ങളിലൂടെ കൂട്ടിച്ചേർക്കുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ബാവയെ പറ്റി പറയുമ്പോൾ തൻ്റെ മുൻഗാമിയാൽ വാഴിക്കപ്പെട്ട ആദ്യ പൗരസ്ത്യ കാതോലിക്ക ബാവയായിരുന്നു
ശ്രേഷ്ഠ കാതോലിക്ക ബാവ. ബഹുമാനപ്പെട്ട പട്ടക്കാർ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വേർപാട് മലങ്കര ഓർത്തഡോക്സ് സഭയെ മാത്രമല്ല എല്ലാ ക്രൈസ്തവ സഭകളെയും വേദനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അതൊരു തീരാ നഷ്ടം തന്നെയാണെന്ന് പറയുന്നതിൽ രണ്ട് പക്ഷമില്ല. കാരണം അദ്ദേഹം സ്വന്തം സഭയെ മാത്രമല്ല സ്നേഹിച്ചിരുന്നത്, സ്വന്തം സഭയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ഒരാട്ടിൻകൂട്ടവും ഒരിടയനും, വൺ ഷെപ്പേർഡ് ആൻഡ് വൺ ഫ്ലോക്ക്, യേശുക്രിസ്തുവിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കൺസെപ്റ്റാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ആ ഒരു വലിയ ചിന്താഗതിയോടുകൂടി ആ ഒരു ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനുവേണ്ടി അക്ഷീണം യത്നിച്ചതായ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എനിക്കറിയാവുന്ന ഒരു കാര്യം, നിലയ്ക്കൽ പ്രസ്ഥാനത്തിന്റെ എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. എല്ലാ സമയങ്ങളിലും അദ്ദേഹം ഓരോ സഭയുടെയും തലവന്മാരെ അല്ലെങ്കിൽ ബിഷപ്പുമാരെ കൂട്ടിവരുത്തുകയും അവരോട് ഒരുമിച്ച് എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്തുകയും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഏകീകരണമാണ് ക്രൈസ്തവന്റെ ധർമ്മമെന്ന് വളരെ വ്യക്തമായി ഉത്ബോധിപ്പിക്കുകയും അതിന് വേണ്ടതായ നേതൃത്വം കൊടുക്കുവാനും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴും ഓർക്കുന്ന മറ്റൊരു കാര്യം, എൻ്റെ ഭവനം കൊല്ലാട് എന്ന് പറയുന്ന ദേശത്താണ്. അവിടെ വെച്ച് 1-2 പ്രാവശ്യം സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ വന്നതായ സമയത്ത് കത്തോലിക്ക ബാവയെ കാണുവാൻ എനിക്കിടയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും പ്രസന്നമായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മുഖത്തു നിന്നും പുഞ്ചിരി മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. നമ്മൾ ഈ ECFന്റെ ഒരു പ്രോഗ്രാമിനൊരു ലിസ്റ്റ് അടിച്ചു തന്നു. അതിലും അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിയോടുകൂടിയുള്ള മുഖമാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മുഖമല്ലാതെ ഭാവി ഒരിക്കൽ പോലും കാണുവാൻ സാധ്യമല്ല. അത് തിരുവേദിക്ക് സങ്കടമില്ല, ദുഃഖമില്ല എന്നുള്ളതല്ല അത് വസ്തുത വ്യക്തമാക്കുന്നത്. പിന്നെയോ ഏത് വേദനകളുടെ മധ്യത്തിലും പുഞ്ചിരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മളുടെ ഒരു പുഞ്ചിരി അനേകർക്ക് ആശ്വാസമായി തീരും എന്ന് വളരെ വ്യക്തമായും തിരുമേനിക്ക് അറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ട് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അനേകർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. തന്റെ സഭയെ സ്നേഹിക്കുന്നതോടൊപ്പം മറ്റ് സഭകളെയും സ്നേഹിക്കുവാനും ജാതിമത ഭേദമന്യേ നല്ല ശമരിയക്കാരനെ പോലെ അശരണരെയും ആലംബഹീനരെയും ആരുമില്ലാത്തവരെയും സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും നയിക്കുന്നതിനും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ബഹുമാനമുള്ള P.O. മത്തായച്ചൻ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആരും അറിയരുതെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ലോകം അറിഞ്ഞ് ഒരു കാര്യവും അദ്ദേഹം ചെയ്യാറില്ലായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് അദ്ദേഹം പബ്ലിസിറ്റി ആഗ്രഹിച്ചില്ല എന്നുള്ളത്. വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത് എന്ന യേശുക്രിസ്തുവിന്റെ തത്വം, ഗിരിപ്രഭാഷണ വാക്കുകൾ അതേപടി തന്റെ ജീവിതത്തിൽ പകർത്തിയിരുന്നു. പലരും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അനേക നന്മകൾ സ്വീകരിച്ചു. അദ്ദേഹം ലോകത്തോടൊന്നും പറഞ്ഞില്ല. ഈ മരണസമയത്ത് അല്ലെങ്കിൽ കാലം ചെയ്യുന്ന സമയത്താണ് ലോകത്തുള്ളവർ അല്ലെങ്കിൽ അനുഭവം ലഭ്യമായവർ അത് പറയുമ്പോഴാണ് ഇത് ലോകം അറിയുന്നത്. അത്രമാത്രം ശ്രേഷ്ഠനായ വ്യക്തിത്വം, പ്രാർത്ഥനാ വീരൻ. ബഹുമാനുള്ള മത്തായിച്ചൻ പറഞ്ഞു, ഉറക്കത്തിൽ പോലും പ്രാർത്ഥന ഉരുവിടുന്ന ഒരു ശ്രേഷ്ഠ മഹത് വ്യക്തിത്വം. പ്രിയമുള്ളവരെ, തങ്ങൾക്ക് അവകാശപ്പെട്ടത് പിടിച്ചെടുക്കുവാൻ സാധിക്കുമായിരുന്ന സമയത്തും കോടതി അനുവദിക്കുന്നുവെങ്കിൽ മാത്രം മതി എന്ന് നിഷ്കർഷിച്ച ശ്രേഷ്ഠ ഇടയൻ. കബറടക്ക സമയത്ത് കാലാവസ്ഥ പോലും അനുകൂലമാക്കി നൽകിയത് ദൈവത്തിന്റെ ഒരു സ്നേഹമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ CSI സെന്റ് ജെയിംസ് മസ്കറ്റ് ഇടവകയുടെ ആദരാഞ്ജലികൾ, അതുപോലെ CSI സെന്റ് ജെയിംസ് സോഹാർ ഇടവകയുടെ ആദരാഞ്ജലികളും അനുശോചനവും ഈ സമയം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രകാരം അവസ്ഥ ഒരുക്കി തന്ന ബഹുമാനമുള്ള പ്രസിഡന്റ് അച്ഛനോടും മറ്റ് കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹം അറിയിച്ച് ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.
thank you, Anilachan, for the kind words. Now we have Paulachan joined. I would like to request Reverend Father Paulachan to give few words. നിൻ ശരണത്തിൽ മൃതരാം നിന്നടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ കുണർത്തുമ്പോൾ ഞങ്ങളെയും നീയോർക്കേണമേ. സ്തൗമൻ കാലോസ് കുറിയേ ലായിസോൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രേഷ്ഠ ആചാര്യനായിരുന്ന കാതോലിക്ക ബാവയുടെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാനായിട്ട് സാധിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സോഹാർ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ശ്രേഷ്ഠ ആചാര്യന് ഒരു പ്രണാമം സംഘടിപ്പിച്ചതിൽ ഇതിന്റെ ഭാരവാഹികളെ എല്ലാവരെയും ഉള്ള അഭിനന്ദനവും സ്നേഹവും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കട്ടെ. ഇതിലൊരു ഭാഗമായി മാറുവാനായിട്ട് എന്നെ കൂടെ ക്ഷണിച്ചതിൽ ഉള്ള സന്തോഷം അറിയിക്കും. പ്രിയമുള്ളവരെ, ഈ കാലം മരണം മണക്കുന്ന ഒരു കാലത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എല്ലാവരും. ഒരു മഹാമാരി ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളം പിന്നിടാൻ പോവുകയാണ്. ഓരോ ദിവസവും മനുഷ്യർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരാണ് മരിക്കുന്നതെന്ന് പോലും ഇന്ന് നമുക്ക് അറിഞ്ഞുകൂടാൻ വയ്യാത്ത ഒരു കാലഘട്ടമാണ്. അക്കങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പറയുന്നത് ഇത്ര പേര് മരിച്ചു എന്ന നമ്പേഴ്സാണ്. മനുഷ്യരല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരു വല്ലാത്ത വേദനകൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ, എത്രയോ പ്രിയപ്പെട്ടവർ കോവിഡ് മുഖാന്തരം അല്ലാതെ നമ്മളെ വിട്ട് കടന്നുപോയി എന്നുള്ളത് നമുക്ക് അത്യന്തം വേദന നൽകുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രേഷ്ഠ ആചാര്യന്മാർ നമ്മളെ വിട്ട് കടന്നുപോയി. മാർത്തോമ സഭയെ സംബന്ധിച്ചിടത്തോളം മെത്രാപ്പൊലീത്ത ജോസഫ് മാർത്തോമയും അതിനുശേഷം എല്ലാവരുടെയും പ്രിയങ്കരനായ വലിയ മെത്രാപ്പൊലീത്ത മാർ ക്രിസോസ്റ്റം തിരുമേനിയും കടന്നുപോയി. ആ ദുഃഖം അവസാനിക്കുന്നതിന് മുമ്പാണ് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ വിയോഗം. രോഗത്തിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മെ വിട്ട് കടന്നു പോകുമെന്ന് നാം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ഏറ്റവും അടുത്ത് പരിചയപ്പെടാനായിട്ട് സാധിച്ചത് സോഹാറിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാ സോഹാറിൽ നടക്കുന്ന സോഹാർ എക്യുമെനിക്കൽ ഫോറം സംഘടിപ്പിക്കുന്ന ഈ മീറ്റിംഗിൽ വരുമ്പോൾ ആ ഒരു ബന്ധത്തിന്റെ ഏറ്റവും ഊഷ്മളമായ ഭാവം, ആ സ്നേഹം എനിക്ക് ആസ്വദിക്കാനായി സാധിച്ചു. നേരിട്ട് പരിചയപ്പെടാനും നേരിട്ട് സംസാരിപ്പാനും ഒന്നിച്ച് സമയം ചെലവഴിപ്പാനും ഒക്കെ സാധിച്ച് സോഹാറിൽ വെച്ചായിരുന്നു. ആ നല്ല ഓർമ്മകൾ വളരെ സുസ്മേരവതനായി, വളരെ ശാന്തനായി, യാതൊരു തലക്കനവും ഇല്ലാതെ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഈ വലിയൊരു സഭയുടെ തലവനാണ് എന്നുള്ള യാതൊരു ചിന്തകളും ഒന്നുമില്ലാതെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ഇടപെടുന്ന ആ ഒരു വ്യക്തിത്വം, ദീപ്തമായ ആ വ്യക്തിത്വം, അത് നല്ല ഓർമ്മകളാണ്. ഈ സന്ധ്യ തീർച്ചയായിട്ടും പിതാവിന്റെ ഓർമ്മകളിൽ ധന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ധ്യയാണ്. അതുകൊണ്ട് ആ ഒരു നല്ല ഓർമ്മകൾ എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ തിരുമേനിയെ പറ്റി ഒറ്റ ചിന്ത മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, തിരുമേനി ഒരു മാസത്തിന്റെ അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലോ പൂർണ്ണമായി പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി തിരുമേനി വേർതിരിച്ചിരുന്നു എന്നാണ്. വാകത്താനത്തുള്ള ഒരു ദേറയിൽ പോയി തിരുമേനി ഇങ്ങനെ ഒരു മാസത്തിന്റെ അവസാനത്തെ 3 ദിവസം ആണെങ്കിൽ അങ്ങനെ 3 ദിവസം പോയിരിക്കുമ്പോൾ ആ മാസം തിരുമേനി മിസ്സായിട്ടുള്ള യാമ പ്രാർത്ഥനകൾ അവിടെ പോയി ചൊല്ലിത്തീർക്കും. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. അതായത് ഈ മാസം 12-ാം തീയതിയിലെ ഉച്ച നമസ്കാരം ചൊല്ലിയതിന്റെ കടം അത് ചൊല്ലാൻ പറ്റിയില്ല, ഔദ്യോഗിക തിരക്കുകൾ കൊണ്ട് അത് ചൊല്ലാൻ പറ്റിയില്ല. 20-ാം തീയതി പ്രഭാത നമസ്കാരമായിരിക്കും. അങ്ങനെ വിട്ടുപോയത് പിതാവ് ഡയറിയിൽ എഴുതി വെക്കുകയും ആ മാസത്തിന്റെ അവസാനം
പ്രാർത്ഥനയുടെ കടങ്ങളെല്ലാം ഒന്നിച്ച് ചൊല്ലി തീർക്കുകയും ചെയ്യുന്നു. എന്തൊരു മാതൃകയാണ്! അത് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും ആ ഒറ്റ സംഭവം എന്റെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. ആ സുഹൃത്ത് പറഞ്ഞ സംഭവം, അതായത് ചൊല്ലി തീർക്കാൻ പറ്റാത്ത, ദൈവസന്നിധിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രാർത്ഥനാ നിമിഷങ്ങൾക്കൊക്കെ കടം വരികയും അത് എഴുതി വെക്കുകയും അത് ഒന്നിച്ചു പോയി ചൊല്ലി തീർക്കുകയും ചെയ്യുന്ന പാരമ്പര്യം, ധന്യമായ ജീവിത മാതൃക. വളരെ ശാന്തനായി, വളരെ സുസ്മേരവദനായി. തിരുമേനിയുടെ ചിരിക്ക് ആ വല്ലാത്ത സൗന്ദര്യമുണ്ടായിരുന്നു. തിരുമേനി നമ്മളെ വിട്ട് കടന്നുപോയി എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഈ എല്ലാ തരത്തിലും കെട്ടകാലത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട നമുക്ക് ഈ ദുഃഖം കൂടെ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമമായ സത്യം. നിങ്ങൾ സോഹാറിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ആ ഭാഗ്യം എന്ന് പറയുന്നത് പരുമലയിൽ പോയി അഭിയന്ത പിതാവിനെ അവസാനമായിട്ട് കാണാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് തന്നെ സോഹാർ എക്യുമെനിക്കൽ ഫോറത്തിന്റെ ഒരു മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ആ ഒരു കാര്യം കൂടെ ഓർത്തായിരിക്കാം ജോബിൻ മറക്കാതെ എന്നെ ക്ഷണിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ പോയി കുറേ നേരം ആ പ്രാർത്ഥനകളിൽ ശാന്തമായി പങ്കുചേരാനായിട്ട് ഒരു അവസരം ലഭിച്ചു. വളരെ ശാന്തമായി പിതാവ് അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഓർമ്മകളുടെ ഒത്തിരി അനുഭവങ്ങൾ മനസ്സിലൂടെ കടന്നു വന്നു. ആ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാനായിട്ടും എനിക്കും ഭാഗ്യം ലഭിച്ചു. തീർച്ചയായിട്ടും അതിന്റെ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. വളരെ ശാന്തമായി താൻ സഞ്ചരിച്ച വഴികളിലൊക്കെ സ്നേഹത്തിന്റെ പൂമ്പൊടി വിതറി മനസ്സിൽ എന്നും നല്ല ഓർമ്മകൾ സമ്മാനിച്ച് പിതാവ് നമ്മെ വിട്ട് വേർപെട്ടു പോയി. തീർച്ചയായിട്ടും സഭാമക്കൾ, പ്രത്യേകിച്ച് സോഹാറിലുള്ള ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ വേദനയിലാണ് എന്ന് എനിക്കറിയാം. ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ആ തിരഞ്ഞെടുപ്പിലൂടെ തക്കതായ മലങ്കര അസോസിയേഷന്റെ ആ മീറ്റിങ്ങിലൂടെ തക്കതായ ഒരു നേതൃത്വം, മോശയ്ക്ക് ശേഷം യോശുവയിലെ ദൈവം കണ്ടെത്തിയതുപോലെ ഓർത്തഡോക്സ് സഭയെ നയിക്കാൻ തക്കതായ ഒരു നേതാവ് ദൈവം ദാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, നിങ്ങളുടെ ദുഃഖത്തിൽ നാട്ടിലിരുന്ന് നിങ്ങളോടൊപ്പം അടൂരിൽ ഗുരുകുലത്തിലിരുന്ന് ഞാനും പങ്കുചേരുന്നു, പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു, പ്രത്യേകിച്ച് വ്യക്തിപരമായ എൻ്റെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയും തിരുമേനിയുടെ നല്ല മാതൃകകൾ പിന്തുടരുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ അനുശോചനം പ്രിയപ്പെട്ട ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ അറിയിക്കുകയും ആ നിത്യതയുടെ തുറമുഖത്ത് എന്ന് വീണ്ടും നമുക്ക് പിതാവിനെ കാണാം എന്നുള്ള ആ വലിയ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ആയിരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിൻ ശരണത്തിൽ മൃതരാം നിന്നടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലെ കുണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you so much, Ajja, for joining us today. I would like to request Dr. Matthews Abraham, the chairman of PCO Sohar, to give few words. Jomin, am I audible? Yes. Yes. Dear Reverend Sijin Matthew, the President of PCF Sohar, Reverend Father Pio Matai, the Vicar of Orthodox Church Muscat, Reverend Matthew Jacob, the Vicar of St. Thomas Marthoma Church Sohar, Reverend Paul Jacob, the former Vicar of, I would say the former Vicar of Marthoma Church Sohar, Reverend Anil Thomas, the Vicar of St. Thomas CSI Church Muscat and Sohar. Dear brothers and sisters in Christ, greetings to you all in the name of our Lord and Savior Jesus Christ. On the onset, let me inform you that I participate in this meeting with a heavy heart, and we, the PCO Managing Committee, share the sorrow, the sadness, the grief
of all the members of Orthodox Church in Soha on the homegoing of His Grace, the Most Reverend Basilius Marthoma Paulos II, the Supreme Head of Malangara Orthodox Syrian Church. Today, as we commemorate or remember the great soul, the fact that comes to my mind is he was a great shepherd who loved the church and the people of the church, and fondly addressed by all as Baba Tirumeni. In fact, I don't have much personal relationship with Baba Tirumeni. I have heard a lot about it. Heard a lot about Baba Tirumeni. I have heard that from many people and many friends of mine that none who approached Baba Tirumeni with a need had to return empty-handed. Even if he was not available to meet every one of them who came to him in the Aramana at Kottayam, the Devalogam in Kottayam, Baba Tirumeni ensured that their needs were taken care of. From his various deeds, we could know that Baba Tirumeni was a great shepherd who loved his church and his people the most. A charismatic personality who steadfastly defended his faith and beliefs throughout his life. He was fondly known as Katholika Baba and Baba Tirumeni. He was the epitome of patience and fortitude. He led the Malangara Orthodox Church through one of its most difficult times amid the conflicts with the Jacobite Church. We believe, as Reverend Anil Thomas Sachin said, he waited with patience till the verdict came from the Supreme Court. The true wisdom of God was exhibited in his all dealings. The Baba Tirumeni always believed that money in hand belonged to the church and was meant for the betterment of the church and meeting the various needs of the people of the church. He not only believed that, but proved it through his various deeds. In the God-given short span of his life, His Grace, the Most Reverend Basilius Mar Paulos II, gave very much importance to bilateral relationship with other churches, and his philanthropic interests gave new dimension to the church activities. I believe Baba Tirumeni was the founder president of the Nilakal Ecumenical Forum. Through many incidents, he has exhibited and he has shown his ecumenical faith and ecumenical involvement. It's true, when we, in the human way of thinking, it's a great loss for the Orthodox Syrian Church as a whole and at large for the Christian community in India. At this time, I hope and pray that our Almighty God gives strength for the members of the Malangara Orthodox Syrian Church to bear the loss of our dear Baba Tirumeni and to follow the good example that he has set before the church and before the people of Kerala. I take this opportunity on behalf of the Soha Protestant Church Management Committee to express our heartfelt condolences to the members of the Soha Orthodox Church. May God bless you all. Thank you. Thank you, Doctor. Mr. Anil K. Kurian, the Treasurer, St. George Orthodox Church, Sohar.
ഗുഡ് ഈവനിങ് ടു ഓൾ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ECF പ്രസിഡന്റും സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയുമായിരിക്കുന്ന റവറൻ ഫാദർ സിജിൻ മാത്യു അച്ഛൻ, ECF സെക്രട്ടറി മിസ്റ്റർ ജോബിൻ ജോസഫ്, ECF ട്രഷറർ മിസ്റ്റർ ഈപ്പൻ വർഗീസ്, ബഹുമാനപ്പെട്ട മസ്കറ്റ് മഹാ ഇടവക വികാർ PO മത്തായി അച്ഛൻ, ബഹുമാനപ്പെട്ട മസ്കറ്റ് CSI ചർച്ച് വികാർ റവറൻ ഫാദർ അനിൽ തോമസ്, ബഹുമാനപ്പെട്ട സോഹാർ മർത്തോമ ചർച്ച് വികാർ റവറൻ ഫാദർ മാത്യു ജേക്കബ്, ബഹുമാനപ്പെട്ട പോളച്ചൻ, PCO സോഹാർ ചെയർമാൻ ഡോക്ടർ മാത്യൂസ് എബ്രഹാം, കൂടാതെ ഈ സൂം മീറ്റിംഗിൽ കൂടിയിട്ടുള്ള എല്ലാ സഹോദര ഇടവകളിലെയും കമ്മിറ്റി മെമ്പേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ അനുശോചന സമ്മേളനം നടത്തുവാൻ തീരുമാനിച്ച സോഹാർ ECFന് സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് സോഹാർ ഇടവകയുടെ നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. പരിശുദ്ധ ബാവ തിരുമേനി 2015-ലും 2019-ലും സോഹാർ ഇടവക സന്ദർശിക്കുകയും ഇടവക ജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. സോഹാർ ഇടവക ജനങ്ങൾക്ക് തിരുമേനിയുമായിട്ട് ഒരു നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു. തിരുമേനിയുടെ സോഹാർ സന്ദർശന വേളയിൽ സഹോദരി സഭകളിലെ അച്ഛന്മാരും PCOയിലെ ചെയർമാനും അതുപോലെ സോഹാർ സൂറ കൗൺസിലെ മെമ്പർമാരുമായിട്ടുമൊക്കെ ചർച്ച നടത്തുവാൻ സാധിച്ചത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം കാത്തുരക്ഷിക്കുവാൻ വേണ്ടി സഭയുടെ വിശ്വാസത്തോടെ സധൈര്യം നയിച്ച കത്തോലിക്ക ബാവയായിരുന്നു അഭിമന്യ തിരുമേനി. ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരുമായിട്ടും നല്ല സ്നേഹബന്ധത്തിലായിരുന്നു തിരുമേനി. ആയതുകൊണ്ടാണ് തിരുമേനിയുടെ ദേഹവിയോഗം അറിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ കേരള ചീഫ് മിനിസ്റ്റർ വരെയുള്ള ലോക നേതാക്കൾ എല്ലാവരും അനുശോചനം അറിയിച്ചത് നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കൂടി കണ്ടത്. അതുപോലെ തിരുമേനി ജാതിമത ഭേദമന്യേ തന്നാൽ കഴിയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. റവറൻ ഫാദർ നമ്മുടെ അനിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത് എന്നതായിരുന്നു തിരുമേനിയുടെ ചിന്ത. സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് 100 വിധവകൾക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക തിരുമേനി കൊടുത്തിരുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നത് തിരുമേനിയുടെ കാലശേഷമാണ്. കഴിഞ്ഞ 11 വർഷക്കാലം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ധൈര്യത്തോടെ ദൈവത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഭയ്ക്ക് ആത്മീയമായി സഭയെ വളർത്തുവാൻ തിരുമേനിക്ക് സാധിച്ചു. വളരെ ലളിതമായി ഒരു സാധാരണ മനുഷ്യനായി പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്ന പിതാവായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. ആഡംബരത്തോടെ ഒരു താല്പര്യവുമില്ലായിരുന്നു. ശുദ്ധ മനസ്സിന്റെ ഉടമയായിരുന്നു. അശരണരെ സ്നേഹിച്ചു. നിലപാടുകളിൽ ഉറച്ചു നിന്നു. തിരുമേനിയുടെ ദേഹവിയോഗം മലങ്കര സഭയ്ക്ക് മാത്രമല്ല ലോക സമൂഹത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരു പിടി പനിനീർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ആ പിതാവ് കാണിച്ചു തന്ന വഴികളിലൂടെ മുമ്പോട്ട് പോകാൻ ദൈവം ഈ സഭയ്ക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സോഹാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സഭയുടെ ഇടവകയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Anil. Now, I would like to request Reverend Father Sijin Matthew Achan for reply speech. നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ
ECF സോഹാറിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ അനുസ്മരണ യോഗത്തിൽ സംബന്ധിച്ച് ഏവരോടുള്ള നന്ദി സ്നേഹവും ECF പ്രസിഡന്റിന് അതുപോലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് സോഹാറിന്റെ എന്റെ കോൺഗ്രേഷന്റെ വികാരി എന്ന നിലയിൽ ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. ആദ്യമേ നന്ദി അറിയിക്കാനുള്ളത് റവറൻഡ് ഫാദർ PO മത്തായി അച്ഛൻ, മസ്കറ്റ് മഹായിടവ വികാരി. അച്ഛൻ തിരക്കാണ് ആയിരുന്നു. അതിന്റെ ഇടയിലും അച്ഛൻ വന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് അനുശോചനം അറിയിച്ച് അച്ഛനോടുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ECFന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന, അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്നതും മാർത്തോമ ചർച്ച് സോഹാറിന്റെ മുൻ വികാരിയായിരുന്ന റവറൻഡ് ഫാദർ പോൾ ജേക്കബ് അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛൻ ഈ അനുസ്മരണ യോഗത്തിൽ വന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞ് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ ആശ്വാസപ്പെടുത്തുന്നതിന് അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. റവറൻഡ് ഫാദർ മാത്യു ജേക്കബ് അച്ഛൻ, ഇപ്പോഴത്തെ സോഹാർ മാർത്തോമ ചർച്ച് വികാരി, അച്ഛനും ഈ അനുസ്മരണ യോഗത്തിൽ സംബന്ധിച്ച് അച്ഛനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. റവറൻഡ് ഫാദർ അനിൽ തോമസ് അച്ഛൻ, വികാർ CSI മസ്കറ്റ് ആൻഡ് CSI സോഹാർ ചർച്ച്, അച്ഛൻ ഈ അനുസ്മരണ യോഗത്തിൽ സംബന്ധിക്കുകയും ഇതിന്റെ ആദ്യം മുതൽ ഇപ്പോൾ വരെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന കണ്ടോളൻസ് മെസ്സേജ് അറിയിക്കുകയും അതുപോലെ ഇത് ഈ മീറ്റിംഗ് ആരംഭിച്ചത് പ്രാർത്ഥനയോടുകൂടിയാണ്. അച്ഛനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ആക്ടിംഗ് ചെയർമാൻ ഡോക്ടർ മാത്യു എബ്രഹാം, അദ്ദേഹം നമ്മളോടൊപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുകയും കണ്ടോളൻസ് മെസ്സേജ് അറിയിച്ചതിൽ അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് സോഹാറിന് വേണ്ടി മിസ്റ്റർ അനിൽ K. കുര്യൻ, അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് സോഹാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ഇടവകയുടെ അനുശോചനം അറിയിച്ചതിൽ അദ്ദേഹത്തിനുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ECF പ്രസിഡന്റിന്റെ സോഹാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കോൺഗ്രേഷന്റെ വികാരി എന്ന നിലയിൽ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഏവരും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ ബലപ്പെടുത്തി ആശ്വാസവാക്കുകൾ പറഞ്ഞ് ആശ്വസിച്ചതിനും പരിശുദ്ധ ബാബ തിരുമേനിയുടെ ദേവവിയോഗത്തിലുള്ള ഈ അനുസ്മരണ യോഗത്തിൽ ഞങ്ങളോടൊപ്പം ആയിരുന്ന ഇതിൽ പ്രാർത്ഥിച്ചതിൽ എല്ലാവരുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Acha. Next, vote of thanks by Mr. Ipan K. Varghese, the treasurer of ECF Sohar. After that, closing prayer, Reverend Father Paul Jacob Achan. Good evening to all. Those we adore can never be more than a thought away. As long as our memory prevails, they live in our hearts. I would like to commemorate the life of Baba Tirumeni. I have been entrusted with the responsibility of thanking everyone who is attending today's meeting on behalf of Ecumenical Christian Forum Sohar. First of all, I would like to thank the ECF President, Reverend Father Sijin Matthew, for his guidance and support and for presiding today's meeting. Next, I would like to thank everyone who conveyed their messages in the meeting. Reverend P.O. Mathai, the Vigar Muscat Mahadava, Reverend M. Jacob, the Vigar St. Thomas Marthoma Church Sohar, Reverend Anil Thomas, the Vigar St. James CSI Church Muscat, Reverend our dear Paul Achan, founder, president of ECF, Dr. Matthew Abraham, the acting chairman of PCO Sohar, and Anil K. Kurian, the trustee, St. George Orthodox Church Sohar.
I would like to also thank Miss Megha Salson, who sang a melodious song for during the meeting. On behalf of the CCF Sohar, I would like to express my sincere thanks to everyone who attended today's meeting, especially all the congregations in Sohar, St. George Orthodox Church, St. Thomas Marthoma Church, PCO Sohar, St. James CSA Church, Muscat and Sohar, and all other congregations. Then I take my great privilege to thank the organizer, our secretary, Mr. Jobin Joseph, for his support and welcoming the gathering. Once again, thank you all and good night. Thank you, Mr. Epen K. Verghese. Now I request Reverend Paulinson to give the closing prayer. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പരമപിതാവാൻ ദൈവമേ, മനോഹരമായ ഈ ദിവസത്തിന്റെ വിശുദ്ധ ദിവസത്തിന്റെ സായം സന്ധിക്കായി നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് ഞങ്ങളുടെ ബാവ തിരുമേനിയുടെ ഓർമ്മകൾ പങ്കിടുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദാസനെ ഈ ലോകത്തിലേക്ക് അയച്ച് സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകുവാൻ, സമൂഹത്തിന്റെ വേദനിക്കുന്നവരെ കൈത്താങ്ങുവാൻ, അനേകം പേർക്ക് സുവിശേഷവും സ്നേഹവും പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് തന്ന അവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കർത്താവേ, നിത്യ തേജസ്സനായി അവിടുത്തെ സമയത്തേക്ക് അവിടുന്ന് വിളിച്ചു വേർതിരിച്ചുവല്ലോ. ആ ധന്യമായ ജീവിതം സഭയ്ക്ക് മാത്രമല്ല സമൂഹത്തിനെല്ലാം ദീപമായി പ്രകാശിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പുതിയ നേതൃത്വത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെല്ലാം ഭംഗിയായും ചന്തമായും നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. സോഹാറിലുള്ള ഓർത്തഡോക്സ് സഭാ വിശ്വാസികളെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ വേദനകളിൽ കർത്താവ് ആശ്വാസമായി സമാധാനമായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫോറം സോഹാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ എല്ലാ പ്രവർത്തകരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി നേതൃത്വം നൽകുന്ന സിജിനച്ചനെയും ജോബിനെയും ഈപ്പനെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മറ്റ് കമ്മിറ്റി മെമ്പർ, മറ്റ് ചുമതലക്കാർ എല്ലാവരെയും ഓർക്കുന്നു. അർത്ഥവത്തായ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ നിന്റെ മക്കളെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഇതിൽ പങ്കുചേർന്ന എല്ലാ വൈദികരെയും വിശ്വാസ സമൂഹത്തെയും ഞങ്ങൾ സമർപ്പിക്കും. കർത്താവേ, ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം സ്നേഹമുള്ള സഹോദരങ്ങളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളമോ. കർത്താവേ, പരസ്പരം ക്രിസ്തു കാണിച്ചു വന്ന സ്നേഹത്തിലൂടെ കൈകളെ കോർത്തു പിടിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ചെറിയ പതിപ്പുകളായി ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ വ്യാപരിച്ച ദൈവറവയ്ക്കായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചവനായി സ്തോത്രം. ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവരെ അനുഗ്രഹിച്ചവനായി സ്തോത്രം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you, everyone. ഇന്നത്തെ ഈ അനുസ്മരണ യോഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് വാഴോടി നമുക്ക് സമാധാനത്താലെ ഈ അനുസ്മരണ യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോകാം. പോളച്ചൻ. ഒരു ഫൈനൽ ബെനഡിക്ഷൻ. ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പ്രിയരെ നാം എല്ലാവരുടെ മേലും, പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവിന്റെ ദുഃഖത്തിലിരിക്കുന്ന വേർപാടിൽ ദുഃഖത്തിരിക്കുന്ന കുടുംബാംഗങ്ങളും സഭാമക്കളോടും കൂടെ സ്വർഗീയമായ സമാധാനത്താൽ ഇന്നും എന്നേക്കും കർത്താവ് നിറയ്ക്കുമാറാകട്ടെ. ആമീൻ. വന്ന് സംബന്ധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി സ്നേഹം, അതുപോലെ എല്ലാ ഇടവജനങ്ങളും എല്ലാ വിശ്വാസ സമൂഹത്തോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് ECF-ന് വേണ്ടിയും അതുപോലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് സോഹാറിന്റെയും അതിന്റെ കോൺഗ്രേഷന് വേണ്ടി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ സമാപിച്ചിരിക്കുന്നു. നമുക്ക് സമാധാനത്താലെ ഈ മീറ്റിംഗിൽ നിന്ന് വിരമിക്കാം.